ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിജു ആന്റണി എന്ന് പറയുന്ന ആളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം 36 മണിക്കൂറിന്റെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് കേരള പോലീസ് ഈ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, ഈ ആള് മോഷണം നടത്താൻ വന്ന സമയത്ത് ഹിന്ദിയിലാണ് സംസാരിച്ചതെന്നാണ് പറയണത്. എപ്പോഴും താക്കോല് തരാൻ താക്കോൽ തോന്നുന്നു അങ്ങനെ എന്തോ പറഞ്ഞു എന്നാ പറയണത്. അപ്പോ എപ്പോഴും ഈ അന്യ ദേശക്കാരാണല്ലോ ഇവിടെ മോഷണം നടത്തുന്നതും പിടിച്ചു പറിക്കുന്നതൊക്കെ. അപ്പൊ ഏറ്റവും വലിയൊരു മോഷണം നടന്നില്ല ചേലേമ്പ്ര ബാങ്കിൽ. അന്ന് ഒരു അന്വേഷിച്ച് പോയപ്പോഴും ഒരു ലോഡ്ജില് ഹൈദരാബാദ് ചെല്ലുമ്പോൾ ലോഡ്ജില് അവര് ഇതുപോലെ തെലുങ്ക് പത്തോട്ട് പോയിരുന്നു. അപ്പൊ ഒന്നല്ലെങ്കിൽ ആന്ധ്രക്കാരാണ് അല്ലെങ്കിൽ ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഹിന്ദി പ്രയോഗിച്ചതും അത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം കിതർഹേന്ന് ചോദിക്കുന്നത് സാധാരണ ഹിന്ദിക്കാർ പറയാത്തൊരു വാക്കാണ്. അത് ഗൾഫിലൊക്കെ പറയാറുണ്ട് കിതർന്നുള്ള. അല്ലെങ്കിൽ നോർമൽ ഹിന്ദി പറയുന്ന ആൾക്കാർ യു പിക്കാർ വരയ്ക്കണ കഹാംഹേന്നേ ചോദിക്കുള്ളൂ ഇവിടെയാണെന്നുള്ളത്. അതായിരുന്നു ഉപയോഗിച്ചത്. പിന്നെ ഇതില് കേരള പോലീസിനെയൊക്കെ ഒരുപാട് പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ ഇപ്പൊ വരുന്നുണ്ട്. കള്ളൻ സമർത്ഥനാണ്, പോലീസ് അതിസമർത്ഥരായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സമ്മതിക്കണം, കാരണം ആർക്കൊരു അറിവില്ല ഇയാളുടെ 2 വീലർ വന്നിട്ട് പിന്നെ എവിടെ പോയി എന്നുള്ളത്. പക്ഷെ ഇവര് ക്യാമറ അത് വെച്ച് നോക്കുമ്പോൾ എവിടെയൊക്കെ വെച്ച് തന്നെ ഇയാൾ മിസ്സായെന്ന് എനിക്ക് മനസ്സിലായി പോലീസുകാർക്ക്. ആ മിസ്സായ റൂട്ടിൽ കൂടി പോയിട്ടാണ്, വേറെ ദൂരെയൊന്നും പോയിട്ടില്ല. ഇയാൾ ഈ പരിസരത്ത് തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഏറെ ചിരി വന്നൊരു കാര്യം, ഇതില് പോലീസിന്റെ ഒരു ഭാഷ്യം, അല്ലെങ്കിൽ പോലീസ് മലയാളിയാണ് ഈ ഒരു കൊള്ള നടത്തിയതെന്ന് ഇതിലേക്ക് എത്തിയത്. 40 ലക്ഷം രൂപയോളം ബാങ്കിൽ എന്തോ ഉണ്ടായിരുന്നു, അതിൽ 15 ലക്ഷം എടുത്തിട്ടുള്ളൂ. പോലീസ് പറയുന്നത് ഏതോ കടം കയറിയ ഒരു മലയാളിയാണ് എന്ന്. അത് അത്രയും ചിന്തിക്കാനുള്ള കൊള്ള നടത്തിയതല്ല, എടുത്ത പൈസ അത് തന്നെയാണ്. പുള്ളിക്ക് ഈ കൂട്ടുകാരായിട്ടുള്ള കമ്പനി കൂടി മദ്യപാനവും ആർഭാടം കാണിച്ചിടുന്നതിന്റെ പേരിൽ കുറെ പൈസ നഷ്ടമായിട്ടുണ്ട്. ഭാര്യ നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു മുമ്പ്. ആ കണക്ക് ടാലിയാക്കാൻ വേണ്ടിയായിരിക്കും ചെറിയ തുക മോഷ്ടിച്ച പുള്ളി. അല്ലെങ്കിൽ ഒരു ബാഗിൽ ബാഗായിട്ട് വരുന്ന ഒരാൾക്ക് 40 ലക്ഷം എടുക്കാന്നുള്ളത് വലിയ കാര്യമല്ലേ, കള്ളത്തരം കാണിച്ചത്. പക്ഷെ അയാൾ ഒരു ബെഡിൽ എടുത്തോളൂ, 2 ബെഡിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കള്ളനെന്ന് റിജോയും പോലീസിനും മൊഴി നൽകിയിരിക്കുന്നത് അവിടുത്തെ, നമ്മളിങ്ങനെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല, എന്നാൽ പോലും മൊഴി ഇങ്ങനെയാണ്: മാനേജർ ഒരു മരമണ്ടനായിരുന്നു, 2 ജീവനക്കാരെങ്കിലും എതിർത്തിരുന്നെങ്കിൽ നടന്നത്, അല്ലെങ്കിൽ 2 ജീവനക്കാരെങ്കിലും എതിർത്തിരുന്നെങ്കിൽ ഈ മോഷണ ശ്രമം ഉപേക്ഷിച്ച് പോകുമായിരുന്നു എന്ന് പറയണം. പക്ഷെ അതുപോലും അവിടെ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ആരെങ്കിലും തട്ടികളെ പിടിച്ചു മാറ്റിയെങ്കിൽ നിൽക്കില്ല. കാരണം അത്ര വലിയൊരു നാണക്കേടെ പേസ് ചെയ്യുമ്പോൾ മുഖംമൂടി ഊരിയാൽ അയൽവാസിയായ റിജോ എന്ന് അറിഞ്ഞാല് പെട്ടെന്ന് പുള്ള ഒരു സമയത്തിനെല്ലാം 3 മിനിറ്റിനകം കാര്യം കഴിഞ്ഞു പോയി. പക്ഷേ ഇതൊരു ആദ്യ ശ്രമം അല്ലെന്നാണ് പലപ്പോഴും പറയപ്പെടുന്നത്. ഇതിന് മുമ്പ് 3-4 ദിവസം മുമ്പ് ഇത്തരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോലീസ് ജീപ്പ് കണ്ടതുകൊണ്ട് ATM കാർഡ് വർക്ക് ചെയ്യുന്നില്ല, എക്സ്പയർ ആയി എന്ന് പറഞ്ഞിട്ട് ആ സിറ്റുവേഷനും റൂട്ട് നോക്കാൻ വന്നതായിരിക്കും, എവിടെ പൈസ ഇരിക്കുന്നത് അല്ലെങ്കിൽ ക്യാഷ് കൗണ്ടർ എല്ലാം ഒന്ന് നോക്കാൻ വന്നായിരിക്കും. പല അവിടെ വന്ന് ഉറപ്പിച്ചിട്ടാണ് ആ ഒരു അറ്റംപ്റ്റ് നടത്തിയത്. പക്ഷെ ഇതൊരു ആദ്യത്തെ മോഷണമാണെങ്കിൽ പോലും ഈ നമ്മൾ സിനിമയിലൊക്കെ പറയുന്നത് 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ലെന്ന് പറയുന്ന പോലെ കൃത്യമായ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ജോഡി ഡ്രസ്സ് കയ്യിലെടുത്തു. ഒരു ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബാങ്കിൽ വന്ന് കയറി പൈസ എടുത്ത് പുള്ളി സ്കൂട്ടി എടുത്ത് സ്ഥലം വിട്ടു കൊടുത്തു. പോകുന്ന വഴിക്ക് 3 സ്ഥലത്ത് ഡ്രസ്സ് മാറി. അപ്പൊ പോലും ഹെൽമെറ്റ് മാറ്റിയില്ല എന്നാ പറയുന്നത്. പിന്നെ ഈ പോകുന്ന വഴി റൂട്ട് എല്ലാം പുള്ളിക്ക് അറിയാം, കിട്ടാത്ത വഴി കൂടിയാണ് കൂടുതലും പോയേക്കണത്. മിററൊക്കെ മാറ്റി വെച്ചു. പിന്നെ അപ്പൊ എല്ലാം ഭയങ്കര ആസൂത്രണമായിരുന്നു. അതിന്റെ വീഡിയോയും വന്നിട്ടുണ്ട്. ഇപ്പൊ അവിടുന്ന് ഭയങ്കര ഡാൻസും ആഘോഷമായിട്ടൊക്കെയാണ്. അല്ല, അങ്ങനെ ഒരു കമ്പനി കൂടുന്നതാണ് കൂട്ടുകാർക്ക് വേണ്ടിയാണ് പൈസ പോയെന്നും പറയുന്നത്. എപ്പോഴും ബാറുകളിൽ പോയി മാർപാടം കാണിച്ചു പൈസ പോയേക്കണം. അതുപോലെ ഏറ്റവും രസകരമായി ഒരാൾ കടം മേടിച്ചാൽ ഈ കട്ട പൈസ തിരിച്ചു കൊടുത്തപ്പോ പുള്ളിക്ക് അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൂട്ടുകാരെ തിരിച്ചു കൊടുത്തു. അല്ല, അതറിയുമ്പോ തീർച്ചയായിട്ടും ഇനി മോഷണ മുതലാണ് എന്റെ കയ്യിലേക്ക് ചിലപ്പോൾ പുള്ളി പ്രതിയാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും പുള്ളി തോന്നുന്നു എനിക്കിങ്ങനെ മോഷ്ടിച്ചെടുത്ത കാശായിട്ട് എനിക്ക് തിരിച്ചു തരണം പറഞ്ഞിട്ട്. ഈ കൂട്ടുകാരോടും ഇതുപോലെ തന്നെ കുടുംബ സംഗമം നടന്നിട്ടുണ്ട് ഇവരുടെ വീട്ടില്. അപ്പോഴും അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ പ്രതിനെ പിടിക്കാനൊന്നും പോണില്ല, അയാൾ ഏതെങ്കിലും വല്ല കാട്ടിൽ പോയി ഒളിച്ചിരിപ്പുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പൊ അത്രയും വിശ്വാസമായിരുന്നിരിക്കും, പിടിക്കില്ല. ഒരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ലല്ലോ, ഫിംഗർ പ്രിന്റ് പോലും കിട്ടിയിട്ടില്ല. ഷൂവിന്റെ താഴത്തെ നിറം നോക്കിയിട്ടാണ്. ഷൂ മാത്രം മാറാൻ പുള്ളി മറന്നുപോയി എന്നാ പറയണത്. ബാക്കിയെല്ലാം
കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്തു ഉദ്ദേശിച്ച അതുപോലെ പോലെ. കത്തി ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കത്തി കിട്ടിയിട്ടില്ല അല്ലേ? കത്തിയാണ്, പച്ചക്കറി അറിയുന്ന കത്തി. പക്ഷെ അത് കണ്ടെടുക്കാനായിട്ടില്ല കത്തി. ഞാൻ പോകുന്ന വഴി കളഞ്ഞിട്ടുണ്ടോ, അത് വലിയ വില കൂടിയ സാധനമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു ഇതിനകത്ത് വായിച്ചതാണ്, ഈ അടുത്ത് വന്നൊരു പോസ്റ്റ് വായിച്ചതാണ്, ഈ ഒരു പോലീസുകാർ വാഹനത്തിൻ്റെ പിക്ചർ കാണിച്ചിട്ട് അയൽവാസിയോട് ഇത് അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ അറിയുമെന്ന് ചോദിച്ചപ്പോൾ അതറിയില്ല, പക്ഷേ ഈ വാഹനം ഈ ഒരാളുടെ വീട്ടിലിങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ഈ ഒരു വാഹനം തന്നെ ഉപയോഗിച്ചതൊക്കെ ഒരുപക്ഷെ പിടിക്കപ്പെടാനുള്ള പ്രധാന കാരണം നമ്പർ പ്ലേറ്റ് മാറ്റിയാൽ പോലും വാഹനം തിരിച്ചറിയാൻ പറ്റും. പോലീസുകാരെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആ പ്രത്യേക ബ്രാൻഡ് വെഹിക്കിൾ അതിന്റെ ഓണേഴ്സിന്റെ ലിസ്റ്റ് എടുത്താണ് അവർ പരിശോധിക്കുന്നത്. അപ്പൊ സംശയകരമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ദിവസം ആരൊക്കെ ഉണ്ടായിരുന്നു പരിചയം അതൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ അവസാനം ഇയാളിലേക്ക് എത്തുന്നത്. ഇത്ര പെട്ടെന്ന് എത്തിയത് എന്തോ പുള്ളിയുടെ ഒരു പിടിപ്പ് കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഒരുപക്ഷെ പുള്ളിക്ക് ആത്മവിശ്വാസം കൂടി പോയിട്ടുണ്ടാവാം. കാരണം ഇത്ര അടുത്ത് 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു വീടുള്ളത്. അപ്പൊ ഇത്ര അടുത്തേക്ക് വന്ന് പോലീസ് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന അവരും റിജോയും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതിനിടക്ക് അയൽവക്കത്തുള്ള ഒരു സ്ത്രീ ഈ വീഡിയോ കണ്ടപ്പോ അവര് പെട്ടെന്ന് പറഞ്ഞു ഇത് നമ്മുടെ റിജോ അല്ലേന്ന്. അത് കണ്ടിട്ട് ഷേപ്പ് കണ്ടിട്ട് പറഞ്ഞായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നിയാണല്ലോ. മുഖം കണ്ടില്ലെങ്കിലും നമുക്ക് സ്ഥിരം ഡെയിലി കാണുന്ന ഒരാളെ അയാളൊരു കവറിട്ട് വന്നാലും അയാളുടെ നടപ്പ് അത് കാണുമ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അവര് പെട്ടെന്ന് ഇത് നമ്മുടെ റിജോ അല്ലേന്ന് ചോദിച്ചു. ആ വാഹനം അവർക്ക് പരിചയമുള്ളതാണല്ലോ. അപ്പൊ എല്ലാം കൂടി റിസംബ്ലൻസ് തോന്നിയിട്ടുണ്ടാവും ഒരുപക്ഷെ കണ്ടപ്പോൾ. അപ്പൊ എന്തായാലും ഇന്നിപ്പോ കോടതിയിൽ ഹാജരാക്കും, തെളിവെടുപ്പ് ഒന്നുകൂടി ആവിഷ്കരിക്കാണെന്നാണല്ലോ പറയുന്നത്. അതിനുശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നാണ് പറയുന്നത്. റിജോന് കോടതിയും അല്ലെങ്കിൽ ആ ശിക്ഷയായിരിക്കില്ല ഏറ്റവും പ്രധാനം. പുള്ളിക്ക് പ്രധാന ശിക്ഷ കേൾപ്പിന്ന് വരുന്ന ഭാര്യയായിരിക്കും എന്നുള്ളതാണ് പുള്ളിയുടെ പ്രശ്നം. കാരണം ശിക്ഷ മോഷണമാണ്, ഒരു ബാങ്ക് റോബറി ആ കേസ് അത് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ ലഭിക്കും. പക്ഷെ പുള്ളിയുടെ ലൈഫിലായിരിക്കും ചില പ്രശ്നങ്ങളാകാൻ പോകുന്നത്. കാരണം അത് പേടിച്ചാണല്ലോ പുള്ളി ഇതിന് മുതിർന്നത്. ഒരു നിമിഷത്തെ തോന്നലായിരിക്കുമല്ലോ ഒരു പക്ഷെ, അതങ്ങൾ ആരും അറിയില്ല, പിടിക്കപ്പെടില്ല നഷ്ടമോ എന്നുള്ളത് വീട്ടിൽ അറിയാതിരിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയുടെ മുന്നിൽ അത് കണക്കാണിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ ഇപ്പൊ ഒന്നുമില്ലാണ്ടായി, അതും ഇല്ലാണ്ടായി, നേരെയുള്ള ലൈഫും ഇല്ലാതായതോടെ. അതെ, എന്തായാലും ശിക്ഷ ഉറപ്പാണ് കേസിൽ. എല്ലാ തെളിവോടെയും പിടിച്ചേക്കണത്. അപ്പോൾ ഒരു ബാങ്ക് റോബറി, അത് തന്നെ ആയുധം കാണിച്ചുള്ള ഭീഷണി, അതെല്ലാം വകുപ്പ് പുറകെ വരും. വെറും രാത്രി വന്ന് മോഷ്ടിച്ചിട്ട് പോകുന്നത് കളവാണ്. പക്ഷെ ഒരു ബാങ്കിൽ അതിക്രമിച്ച് കയറി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പൈസ പോകുമ്പോൾ വകുപ്പ് അതിനകത്ത് പിന്നെ കൂടുതൽ വരും. ഈ ഒരു പൈസ ചെലവാക്കാനുള്ള സമയം പോലും കിട്ടില്ല. ഈ പറയുന്ന ഒരാളുടെ കടം വീട്ടിൽ തുടങ്ങിയ ബാക്കിയെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടെന്നാ പറയുന്നത്. 12,29,000 രൂപ അങ്ങനെ എന്തോ ഒരു എമൗണ്ട് വീട്ടിലുണ്ടെന്നാ പറയുന്നത്. അയാൾ അങ്ങനെ വലിയ കടക്കാരൊന്നും ഈ മേടിച്ച കുറച്ച് കടങ്ങളല്ലാണ്ട് അത്യാവശ്യം ആർഭാടമായിട്ട് ജീവിക്കണം. അതെ, അതായിരിക്കും ഉദ്ദേശം.